1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ ആകുമ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പോട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഡീപ് ഫ്രൈ ചെയ്യേണ്ട, ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നല്ല ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. 5 സവാളയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ എന്നിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടിയ സമയത്ത് വേണം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ മസാലക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണം. തക്കാളി കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചൂടായി മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 12 കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതിന്റെ ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്താണ് കേട്ടോ കസൂരി മേത്തി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കറി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.